ചെറുപഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിലേ ഈ ഒരു റെസിപ്പി ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 10 മിനിറ്റ് തികച്ചും വേണ്ട റെഡിയാക്കി എടുക്കാനായിട്ട്. 2-3 ചെറുപഴം കനം കുറച്ച് മുറിച്ചെടുക്കാം. പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ മുറിച്ചു വെച്ചിട്ടുള്ള ചെറുപഴം ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുപഴത്തിന് പകരം നേന്ത്രപ്പഴവും ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനായി 2 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് ഒരല്പം ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 കപ്പ് വെള്ളം ചേർത്ത് കട്ടകളില്ലാതെ മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം. പാനിൽ അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെറുപഴം, കുറച്ച് തേങ്ങയും പഞ്ചസാരയും ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് സാവകാശം ഒന്ന് റോൾ ചെയ്തെടുത്ത് അല്പം കൂടി നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ സൈഡും ഒന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം. കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കുക.